ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റിയായ പാൽക്കപ്പയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഒരു പാനിൽ നമുക്ക് വെള്ളം വയ്ക്കാം. നമ്മൾ കപ്പ ഇടുന്നതിനേക്കാളും കൂടുതൽ വെള്ളം വേണം വയ്ക്കാനായിട്ട്. അതിനാവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഈ വെള്ളം ഊറ്റി മാറ്റി കളയാനുള്ളതാണ്, അതുകൊണ്ട് കൂടുതൽ വെള്ളം വയ്ക്കുന്നതാണ് നല്ലത്. ഇത് 1 കിലോ കപ്പയുണ്ട്. ഈ രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുള്ളതാണ്. അതിട്ട് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് തിളച്ച് വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇതൊരു 1/4 വേവ് ആയാൽ മതി. അതായോ എന്ന് നോക്കാം. നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊരു ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം മാറ്റിയിട്ട് വരാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് രണ്ടാം പാലാണ്. അത് ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ ഇത് രണ്ടാം പാൽ 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ രണ്ടാം പാലിൽ കിടന്ന് വേണം ഇനി ബാക്കിയുള്ള ഭാഗം നന്നായി വെന്ത് കിട്ടാനായിട്ട്. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കി, ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് വെന്ത് വന്നു തുടങ്ങി. വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഉടച്ച കപ്പയല്ല, പീസസ് ആയിട്ട് കിടക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഉടച്ചു കൊടുക്കണമെന്നില്ല. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് 1-ാം പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു തേങ്ങയിൽ നിന്നും. അതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 5 മിനിറ്റ് നമുക്ക് ഈ രീതിയിൽ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചിടുന്നതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 6-7 ചെറിയ ഉള്ളിയാണിത്. അത് ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ചെറിയ ഉള്ളി ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചില്ലി ഫ്ലേക്സ് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇത് ഞാനൊരു 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. അതുകൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ബ്രൗൺ കളർ ആകണമെന്നില്ല. ഓരോരുത്തർക്ക് ഏത് രീതിയിലാണോ ഇഷ്ടം അതനുസരിച്ച് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇത് കുറച്ച് കറിവേപ്പില ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അതുകൂടി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്കിത് കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മീൻ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെയോ ബീഫിൻ്റെ കൂടെയോ ഒന്നുമല്ലെങ്കിലും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ പാൽക്കപ്പ. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ കഴിക്കുന്നത് മീൻ കറിയുടെ കൂടെയാണ്. തൃശ്ശൂർ സ്റ്റൈലിലുള്ള മീൻ കറിയാണ് ഞാൻ ഇതിനായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക. താങ്ക് യു.